പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദിമുതൽ എന്നുവന്നേക്കും തന്നെ. ആമേൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ദൈവജനമേ, പരിശുദ്ധമായ നോമ്പ് കാലങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. 3 ആഴ്ചകൾ പിന്നിട്ടു 4-ാം ആഴ്ചയിലേക്ക് നാം കടന്നിരിക്കുന്നു. ഈ ആഴ്ചയിൽ നമുക്ക് ധ്യാന വിഷയമായി ലഭിക്കുന്നത് വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ജ്ഞാനകാരിയായ സ്ത്രീയുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും ആ സ്ത്രീ അതിനുള്ള പ്രതിവിധിയായിട്ട് കർത്താവിനെ മശിഹായി അംഗീകരിക്കുന്നതും ആ മശിഹായുടെ ഭരണത്തിൻ്റെ കീഴിൽ ആ മശിഹായുടെ വിടുതലിൻ്റെ അനുഭവത്തിൽ തൻ്റെ മകളുടെ വലിയ ഭൂതബാധ മാറിക്കിട്ടുന്നതുമായിട്ടുള്ള നമ്മളെ വളരെയധികം ആത്മാവിൽ ത്രസിപ്പിക്കുന്ന ഒരു വിജാതീയ സ്ത്രീയുടെ ധ്യാന വിഷയമാണ് പിതാക്കന്മാർ പരിശുദ്ധ സഭയിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ സ്ത്രീ വലിയ വിശ്വാസത്തിൻ്റെ പ്രതിനിധിയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിട്ട്, കർത്താവേ, ദാവീദ് പുത്ര, അടിയനോട് കരുണ ചെയ്യണമേ, എൻ്റെ മകളെ ഭൂതം അതികഠിനമായി ബാധിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്ന കേവലം വിജാതിയായ ഒരു സ്ത്രീയുടെ ആത്മബോധം യഹൂദന്മാരും വിജാതീയരും തമ്മിൽ ദൂരങ്ങൾ പാലിക്കുന്നതിൽ പോലും നിഷ്കർഷമുണ്ടല്ലോ. ആ അമ്മ ആ മകളുടെ പ്രശ്നം ശരിക്കും ബോധ്യപ്പെട്ടു. അതിൻ്റേതായ ആവലാതിയും വേവലാതിയും അതിൻ്റേതായ പ്രതിസന്ധികളുമാണ് ഈ സ്ത്രീ ജീവിക്കുന്നത്. അവൾക്ക് ആത്മാവിൽ ക്രിസ്തുവിനെ മശിഹായിട്ട് ബോധ്യപ്പെടുവാനും യഹൂദജാതിക്കില്ലാത്ത ഒരു ബോധത്തിലേക്ക് വിജാതിയായ ഒരു സ്ത്രീ വരികയും അതുകൊണ്ട് തന്നെ മതത്തിൻ്റെയും സാമൂഹ്യ നീതിയുടെയും സാംസ്കാരിക പശ്ചാത്തലത്തെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്ന ഒരു സ്ഥിര നിർബന്ധം ഉള്ള ഒരു സ്ത്രീയുടെ ചിത്രമാണ് ഈ സ്ത്രീയിലൂടെ, ജ്ഞാനായക്കാരി സ്ത്രീയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. 23-ാമത്തെ വാക്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 23-ൽ അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല എന്ന് പറയും. കർത്താവ് അവിടെ മൗനിയായിരിക്കുന്നു. ശിഷ്യന്മാരുടെ ഒരു മധ്യസ്ഥ നമുക്ക് കാണാം. ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഈ മൗനം ഭേദിച്ചുകൊണ്ട് കർത്താവ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. കർത്താവിനോട് അവൾ വീണ്ടും പറയുന്നു, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. ദൈവത്തിൻ്റെ അതിമഹത്വത്തെയും അതുല്യതയും സർവശക്തിയെയും സർവ്വവ്യാപന അനുഭവത്തെയും സൃഷ്ടാവെന്നുള്ള നിലയിലും സകലത്തിനും അധിപനെന്നും നാം ബോധ്യപ്പെടുമ്പോൾ യഥാർത്ഥ ആരാധന സംഭവിക്കുന്നു എന്നുള്ളത് ഈ സ്ത്രീ കവിണ്ണു വീണ് ലോർഡ് ഹെൽപ്പ് മീ, എന്നെ സഹായിക്കണമേ എന്ന് പറയുന്നതിലൂടെ സാധിക്കും. വീണ്ടും അവൾ തിരസ്കരിക്കപ്പെടുകയാണ്. കർത്താവിൻ്റെ മറുപടിയിലൂടെ, ശിഷ്യന്മാരുടെ പ്രതികരണത്തിലൂടെ യഹൂദന്മാർ വിജാതീയരെ ഒരു നായയെപ്പോലെ കാണുന്നിടത്ത് കർത്താവ് അല്പം കൂടെ മയപ്പെടുത്തി ലിറ്റിൽ ഡോഗ്സ്, നായ്ക്കുട്ടികൾ എന്ന് വിളിച്ചുകൊണ്ട്, എന്നാലും ചുറ്റുപാട് നിൽക്കുന്ന യഹൂദന്മാരുടെ മനസ്ഥിതിയിലുള്ള വികലമായ അനുഭവത്തെ ബോധ്യപ്പെടുത്തുവാൻ കർത്താവ് ആ വാക്ക് ഉപയോഗിക്കുന്നു. ഉടനെ അവൾ മറുപടി, അതേ കർത്താവ്, യെസ് ലോർഡ്, അതേ കർത്താവേ, ഈവൻ ദ ലിറ്റിൽ ഡോഗ്സ് ഈറ്റ് ദ ക്രംസ് വിച്ച് ഫോൾ ഫ്രം ദെയർ മാസ്റ്റേഴ്സ് ടേബിൾ. ഇത് കേട്ട് കഴിയുമ്പോൾ ഈ ഒരു പ്രതിസന്ധിയെ നേരിടുവാനുള്ള ആത്മശക്തിയും സ്ഥിരോത്സാഹവും
വിശ്വാസത്തിൻ്റെ ആഴവും കണ്ടു കഴിയുമ്പോൾ കർത്താവ് ആ സ്ത്രീയോട് പറയുന്നുണ്ട്, നിൻ്റെ വിശ്വാസം വലുതാകുന്നു. യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ്. ദെൻ ആൻഡ് ദെയർ, ആ നാഴികയിൽ തന്നെ അവളുടെ മകൾക്ക് സൗഖ്യമുണ്ടായി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മൾ കടന്നു പോകുന്ന ഈ കാലയളവ് വളരെ ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ ഈ പാവം പിടിച്ച ജ്ഞാനക്കാര സ്ത്രീ നമുക്കൊരു വലിയ മാർഗദർശനവുമാണ്. ഷി വാസ് കൺസിസ്റ്റൻ്റ് ഇൻ ഹെർ ഡിമാൻഡ്സ്. അവളുടെ ആഴമായ ബോധ്യം, മകളെപ്പറ്റിയുള്ള ദുരാത്മബന്ധനവും അതുമായി ബന്ധപ്പെടുന്ന വലിയ പ്രതിസന്ധികളും അവൾ കിടന്ന് അതിൽ നിന്ന് ആഴമായ ഒരു ബോധ്യത്തിൽ മറികടക്കണമെന്നുള്ള സ്ഥിരമായ ഒരു ബുദ്ധിയോടുകൂടി, കൺസിസ്റ്റൻസിയോടുകൂടി, അനിവാര്യതയായി കണ്ടെത്തി അതിനെ നേരിടുവാൻ ഉള്ള സ്ഥിരോത്സാഹം ആ സ്ത്രീയിൽ കാണും. ഷീ ഡിഡ് നോട്ട് ഡൗട്ട് ദാറ്റ് ജീസസ് കുഡ് ഹീൽ ഹെർ ഡോട്ടർ. ഒരിക്കലും കർത്താവല്ലാതെ വേറെ ആരും ഇതിനൊരു മറുപടി നൽകുന്നില്ല, അല്ലെങ്കിൽ ക്രിസ്തുവിലാണ് അല്ലെങ്കിൽ മശിഹായിലാണ് എൻ്റെ പ്രതിസന്ധികളുടെ അടിസ്ഥാനപരമായ സൊല്യൂഷൻ എന്ന് ഈ സ്ത്രീ ബോധ്യപ്പെട്ടു. ഷി വാസ് ഡിറ്റർമൈൻഡ്, ബോൾഡ് ആൻഡ് കറേജിയസ് ഡെസ്പൈറ്റ് റിലീജിയസ്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ചലഞ്ചസ്. മതപരവും സാമൂഹ്യപരവും സാംസ്കാരികവുമായ വെല്ലുവിളികൾ നേരിട്ടിട്ടും അവൾ ദൃഢനിശ്ചയമുള്ളവളും ധീരയുമായി കാണപ്പെട്ടു. വലിയ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കനാൻ എന്ന് പറയുന്ന ഒരു പുരുഷനിലൂടെ, ഒരു ജന്മത്തിലൂടെ ഉണ്ടായ ചില ശാപത്തിൻ്റെ നീർച്ചാലുകൾ ഇവളിലും ബാധിച്ചിരുന്നു. അതിൻ്റെ ഒരു പ്രതിസന്ധി ഈ തലമുറയിലുണ്ടായിരുന്നു. പക്ഷേ ഈ സ്ത്രീയുടെ പ്രതികരണം കൊണ്ട് അതെല്ലാം മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവൾ വെറുതെ ഇങ്ങനെ ഒരു ഡൈനാമിക്സും ഇല്ലാതെ വളരെ പാസീവായിട്ട് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയൊന്നുമല്ല. തക്ക സമയത്ത് തക്ക കാലത്ത് കാണേണ്ടവനെ കാണേണ്ട സമയത്ത് കണ്ടെത്തുന്നു. ചെയ്യേണ്ട കാര്യം വളരെ വ്യക്തമായി ചെയ്യുവാനുള്ള ഒരു ബോധ്യം ഈ സ്ത്രീക്കുണ്ടാകും. ഷീ നോസ് ഡിവൈൻ ടൈമിങ് when times and chance aligned. അവൾ ഈ ഒരു സ്ഥിരോത്സാഹം ഉണ്ടാകാൻ കാരണം എന്താണ്? ദൈവം മൗനിയായിരുന്നു, കർത്താവ് മൗനിയായിരുന്നു, ഒന്നും മിണ്ടിയില്ല. പക്ഷേ ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. ദൈവത്തിൻ്റെ ഒരു സമയം, ഒരു ദൈവികമായ സമയവും അതിന് യോഗ്യമായ ഒരു അവസരവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചവൾ ഭാഗ്യവതി. ആ സമയവും അവസരവും ഒത്തുവരുന്ന സമയത്ത് ദൈവം പ്രവർത്തിക്കും. അപ്പം അതുകൊണ്ട് അതിനുവേണ്ടി ആവോളം പിന്മാറ്റമില്ലാതെ നാം മുന്നേറേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളെ നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ ഈ ഭൂതബാധം പോലെ അനുസരണക്കേടിൻ്റെയും അശുദ്ധിയുടെയും ദുർമാർഗത്തിൻ്റെയും അതുപോലെ ലോകത്തിലെ പല മോദങ്ങളിലും ഇടപെട്ട് തലമുറകളോടോ മാതാപിതാക്കളോടോ സഭയോടോ സമൂഹത്തോടോ ഒന്നിനോടും യാതൊരു പ്രതിബദ്ധതയുമില്ലാതെ തീരുന്ന ബഹുഭൂരിപക്ഷം നിരീശ്വരവാദികളായി മാറുന്ന ഒരു തലമുറ നമ്മുടെ മധ്യത്തിൽ, നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ജ്ഞാനകാരി സ്ത്രീയെപ്പോലെ ഹൃദയപൂർവം മശിഹായെ കണ്ടെത്തിയാൽ അവൻ്റെ മുമ്പിൽ കവണ്ണ് വീണ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ലോർഡ് ഹെൽപ്പ് മീ, ഹെൽപ്പ് അസ് ലോർഡ്, ഹെൽപ്പ് അവർ ജനറേഷൻ. അത് വിശ്വസ്തയോടെ ചെയ്ത് യാതൊരു ലാഞ്ചനയും കൂടാതെ, യാതൊരു സംശയവും കൂടാതെ, യാതൊരു അലസതയും കൂടാതെ പൂർണ്ണമായ ദൈവമുമ്പാകെ സമർപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് തലമുറകൾക്ക് വലിയ ഒരു വിടുതൽ നമ്മിലൂടെ നാം ഓരോരുത്തരിലൂടെയും സാധ്യമാകും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ. ഈ ജ്ഞാനക്കാരി സ്ത്രീ ഈ ആഴ്ചയിലെ നമ്മുടെ ചിന്താവിഷയമായിരിക്കട്ടെ. ഇതുപോലുള്ള നല്ല ജന്മങ്ങൾ നമ്മളിൽ ഉണ്ടാകുവാനും തലമുറകൾ ഉണ്ടാകുവാനും ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ. സകലത്താലും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും മഹത്വത്തിനായിട്ട് ഭവിക്കുമാറാകട്ടെ. ആമേൻ.